ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് 40 കോടി രൂപയാണ് ലീഗ് പിരിച്ചെടുത്തത്. 12 കോടിയിലധികം രൂപയ്ക്ക് തൃക്കൈപ്പറ്റയിൽ വാങ്ങിയത് തോട്ടം ഭൂമി. 11.5 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ നിർമ്മാണാനുമതിയില്ലാത്ത ഭൂമിയാണെന്ന് റവന്യൂ റിപ്പോർട്ട് പുറത്തുവന്നു. വയനാട്ടിൽ കുറഞ്ഞ വിലക്ക് വാസയോഗ്യമായ ഭൂമി ലഭിക്കുമെന്നിരിക്കെ തോട്ടം ഭൂമി വൻ വില കൊടുത്തു വാങ്ങിയത് നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന കച്ചവടം. ഭൂമി ഇടപാടിൽ വലിയ വെട്ടിപ്പ് നടന്നതായുള്ള വിവാദം ലീഗിനുള്ളിൽ പുകയുന്നു. 105 കുടുംബത്തിന് വീട് നൽകുമെന്നാണ് വാഗ്ദാനം. സർക്കാർ ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളായിരുന്ന ഭൂരിഭാഗം പേരും 15 ലക്ഷം രൂപ കൈപ്പറ്റി ടൗൺഷിപ്പ് വേണ്ടെന്ന് വെച്ചു. ഇവരെ വഞ്ചിക്കുകയായിരുന്നു ലീഗ് നേതൃത്വമെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA പറഞ്ഞു. അവരെ കാശ് വാങ്ങുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് മുസ്ലിം ലീഗ് ഇപ്പോൾ വീടുണ്ടാക്കി തരും, അപ്പോൾ ഈ 15 ലക്ഷം ഉപയോഗിച്ച് ഞങ്ങൾക്ക് മറ്റു വല്ലതും ചെയ്യാം എന്ന ലക്ഷ്യത്തിലാണ്. എന്നാൽ ഇന്ന് അവർക്ക് വിരൽ കടിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഭൂമിയിൽ ഇതുവരെയും ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പോൾ അവിടെ വീടുണ്ടാക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ മുസ്ലിം ലീഗിന് പോലും ഇപ്പോൾ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. വയനാട്ടിലെ ലീഗ് നേതാക്കളെ ഒഴിവാക്കി സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് കച്ചവടം നടത്തിയത്. തോട്ടം ഭൂമിയാണെന്നറിഞ്ഞ് സ്ഥലം വാങ്ങിയവരുടെ കള്ളക്കളി പുറത്തു വന്നതോടെ ആരോപണം സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് ലീഗ് നേതൃത്വം. നേതാക്കളുടെ വാക്ക് വിശ്വസിച്ച ദുരന്തബാധിതരായ കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.